ഓക്കെ, പ്രിപ്പറേഷൻ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. ABC ലിമിറ്റഡ് ഈസ് എ കമ്പനി വിത്ത് ആൻ ഓതറൈസ്ഡ് ഓഫ് റുപ്പീസ് 5 lakh. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്നത് മാക്സിമം ആ കമ്പനി കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 5 lakh ഡിവൈഡ് ഇൻറ്റു 5,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 100 each. അതായത് 5,000 നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 5 lakh വരുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. Each on 31st March 2018, of which 2,500 shares were fully called up. അപ്പോൾ 5000 ഷെയറിന് 100 രൂപ വെച്ചാണ് അവർ കളക്ട് ചെയ്യുന്നത്. അതിൽ 2500 ഷെയറാണ് ഫുള്ളി കാൾഡ് അപ്പ് വന്നേക്കുന്നത്. The following are the balance extracted from the ledger as on 31st March 2018. ട്രയൽ ബാലൻസ് തന്നേക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഐറ്റംസ് നമുക്ക് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എഴുതി തന്നേക്കുന്നത്. ഒന്നുകിൽ അത് അസറ്റ് ആവും, അല്ലെ എക്സ്പെൻസ് ആവും. നമുക്കറിയാം ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസ്, ക്രെഡിറ്റ് ആൻഡ് ഇൻകം ആൻഡ് ഗെയിൻ ആണെന്ന് നമുക്കറിയാം. അസറ്റ് എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അറിയാം അസറ്റിൻ്റെ ബാലൻസും എക്സ്പെൻസും ഡെബിറ്റ് ബാലൻസാണ്. അസറ്റ് ആൻഡ് എക്സ്പെൻസ് ആർ ഡെബിറ്റ് ബാലൻസ്, ഇൻകം ആൻഡ് ലയബിലിറ്റീസ് ആർ ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ അസറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന കാര്യങ്ങൾ അസറ്റോ എക്സ്പെൻസോ ആവാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ് ഒക്കെ എക്സ്പെൻസ് ആണ് നമുക്കറിയാം. ഡിസ്കൗണ്ട് അലവഡ്, ഇൻഷുറൻസ്, സാലറീസ്, റെൻറ്റ്, ജനറൽ എക്സ്പെൻസ്, പ്രിൻറ്റിങ്, അഡ്വർടൈസ്മെൻറ്റ്, ബോണസ്, ഡെപ്റ്റേഴ്സ് അസറ്റാണ്. ഉണ്ടോ? അസറ്റോ എക്സ്പെൻസിലും അവിടെ വരുന്നത്. പ്ലാന്റ് അസറ്റാണ്, ഫർണിച്ചർ അസറ്റാണ്, ബാങ്ക് അസറ്റാണ്, ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് ആണ്, പോളിസിനറി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്, ക്യാപിറ്റലിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ക്രെഡിറ്റ് സൈഡ് സെയിൽസ് ഇൻകം ആണ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകം ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ്, റിസർവ്, ലോൺ ഫ്രം മാനേജറിയൽ ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ, ഷെയർ ക്യാപിറ്റൽ. അങ്ങനെ നമ്മൾ ട്രയൽ ബാലൻസ് ചെയ്തിട്ടുണ്ട് 670. ഓക്കെ ആണല്ലോ. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട് ഇതിൽ. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2018 and a balance sheet as on that date. The following information is given. Number 1, closed stock was valued at rupees 1,91,500. Closed stock value ചെയ്തേക്കുന്നത് 1,91,500 രൂപയാണ്. നമ്പർ 2, ബിയിൽ പറഞ്ഞേക്കുന്നത് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് അറ്റ് 15% ആൻഡ് ഓൺ ഫർണിച്ചർ അറ്റ് 10% ഷുഡ് ബി പ്രൊവൈഡഡ്. ഡിപ്രീസിയേഷൻ പ്ലാന്റിന് 15% കൊടുക്കണം, ഫർണിച്ചറിന് അതേപോലെ തന്നെ 10% കൊടുക്കണം. പിന്നെ ടാക്സ് പറഞ്ഞേക്കുന്നു സിയിൽ എ ടാക്സ് പ്രൊവിഷൻ ഓഫ് റുപ്പീസ് 8,000 ഈസ് കൺസിഡേർഡ് നെസസറി. 8,000 രൂപ ടാക്സിന് പ്രൊവിഷൻ വെക്കണം. പിന്നെ ഡയറക്ടേഴ്സ് ഡിക്ലെയർഡ് ആൻ ഇൻ്ററിം ഡിവിഡൻറ്റ്, ഒരു ഇൻ്ററിം ഡിവിഡൻറ്റ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്തു on 15th December 2018 ഫോർ 6 months എൻഡിങ് 30th September 2018. ഓക്കെ, അതിന് 6% ആണ് വന്നേക്കാം. പിന്നെ പ്രൊവൈഡ് ഫോർ കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് ഉണ്ട്. കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് ആണ് CDT നമ്മൾ വിളിക്കുന്നത്. കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് ഒക്കെ ആദ്യം തിയറിക്കകത്ത് പറയുന്നുണ്ടേ. അപ്പോൾ 17% കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സും കൊടുക്കാൻ പറ്റും. പ്രോബ്ലം ചെയ്യുന്നു. ആദ്യം നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന നോട്ട്സ് ഓഫ് അക്കൗണ്ടാണ് ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, ആദ്യം നോട്ട്സ് ഓഫ് അക്കൗണ്ടിനകത്ത് ആദ്യം റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഉണ്ട്. അത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് സെയിൽസ് ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് തുടങ്ങി കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ 3,25,000 ആണ്, സെയിൽസ് ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് നോട്ട്സിൽ നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എഴുതിയത്. കാരണം നമുക്കറിയാം ഇൻകം എക്സ്പെൻസ് മാത്രം ഇവിടെ വന്നാൽ മതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്ത നമുക്ക് അതർ ഇൻകം. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻകം ആണ്. അത് കഴിഞ്ഞിട്ട് മറ്റ് ഇൻകം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് 3,100